ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. സോയ ചങ്ക്സ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സോയ ചങ്ക്സ് ബിരിയാണി എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു സോയ ചങ്ക്സിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കോലം, 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 4 കുരുമുളക്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ സ്പൈസസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ നീളനെ കനം കുറച്ചരിഞ്ഞതും, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ക്യൂബ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നതിനേക്കാളും ഇതുപോലെ കനം കുറച്ച് നീളനെ അരിഞ്ഞിടുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ 2 മിനിറ്റ് അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് ബസ്മതി റൈസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ചേർക്കാറുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ടിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ് ഇതിനും എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് 2 മിനിറ്റ് നമ്മൾ ആ നെയ്യിൽ ഈ റൈസ് ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ആ വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു പൊടി ഉപ്പ് വെള്ളത്തിൽ കൂടുതൽ നിൽക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ചോറ് വെന്ത് വരുമ്പോൾ ചോറിൽ ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കുള്ളൂ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ തീ മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി നമ്മുടെ റൈസ് നല്ല കറക്റ്റ് വേവായി കിട്ടും കേട്ടോ. ഇനി നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ സോയ ചങ്ക്സ് 1.5 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഫോർച്യൂണിൻ്റെ മിനി സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. അതിലിങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴുകി വെള്ളം വാർത്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഇനി കുതിർത്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. കുതിർത്ത് വെക്കാണ്ടാണ്. അതുപോലെ കുതിർത്ത് നമ്മൾ വെള്ളം പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സംഭവത്തിന്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് പട്ടയും അതുപോലെ ഒരു ബേ ലീഫും ആണ്. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് ഇളക്കി കൊടുത്ത് ആ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സൊക്കെ വെള്ളം വറ്റി വരുന്നതിലൂടെ നമ്മുടെ സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ടും കുക്കായിട്ടും കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നമ്മുടെ സോയ ചങ്ക്സ് നമ്മൾ ഇട്ട് കൊടുത്തതിനേക്കാളും നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളമെല്ലാം നന്നായി വറ്റി വന്നു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് ആ സോയ ചങ്ക്സ് ഓയിലിലിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ സോയ ചങ്ക്സ് ഓയിലിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മളതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസുകൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ആ ഒരു മസാല നല്ല പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. നമ്മളിതിൽ എക്സ്ട്രാ വേറെ ഒരു സംഭവം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള
റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം, മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും ആ റൈസും ആ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഇനി നമുക്ക് എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് എടുക്കരുത് കേട്ടോ. ആ മസാലയുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് ആ റൈസിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളൂ. നമ്മൾ വെള്ളം പിഴിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് സോയ ചങ്ക്സ് നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങനെ അത്രയും സോഫ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തിട്ടും ഈ ഒരു സോയ ചങ്ക്സ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള സോയ ചങ്ക്സിൻ്റെ ബിരിയാണി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ പപ്പടവും സലാഡും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്